എല്ലാ വ്യൂസിനും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 2025 മോഡൽ എൻടോർക്കിൻ്റെ എൻട്രി ലെവൽ നമുക്കൊരു ബേസ് മോഡൽ എന്ന് പറയാം. അതിൽ തന്നെ ഒരു സ്പെഷ്യൽ കളർ ഹാർലി ക്വിൻ ബ്ലൂ എന്നാണ് അവർ ഈ കളർ എന്ന് പറയുന്നത്. അപ്പോൾ എൻടോർക്ക് നിങ്ങൾക്കറിയാലോ ഒത്തിരി വേരിയൻസ് അവൈലബിൾ ആണ്. അതിൽ തന്നെ ഇപ്പോൾ എൻട്രി ലെവൽ മോഡൽ ബേസ് മോഡൽ എന്ന് പറയാം. നമുക്ക് ആ ഒരു വേരിയൻറ്റിൽ 2 കളേഴ്സ് ഒരു പുതിയതായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഷെയർ ചെയ്യാം. ഇതിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 1,19,000 രൂപയാണ് ഇപ്പോൾ 2025 ജനുവരിയിൽ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് വീഡിയോ അവസാനം വരെ കാണുക. പിന്നെ അതുകൂടാതെ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന എല്ലാവരും മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് മെമ്പേഴ്സ് ആയിക്കോട്ടെ. 2018 എൻടോർക്ക് ഇറങ്ങിയപ്പോൾ തന്നെ നമുക്ക് ബേസ് മോഡലിൽ തന്നെ 4-5 കളേഴ്സ് അവൈലബിൾ ആയിരുന്നു. പിന്നെ അതിനുശേഷമാണ് റേസ് എഡിഷൻ ഇറങ്ങിയത്. അപ്പോൾ ഇപ്പോൾ ബേസ് മോഡലായിട്ട് 3 കളേഴ്സാണ് ശരിക്കും വരുന്നത്. ഇത് വരുന്നുണ്ട് ഡാർക്ക് ബ്ലൂ, ലൈറ്റ് ബ്ലൂ, പിന്നെ ഒരു വളരെ ലൈറ്റ് കളർ ഗ്രേ പോലത്തെ ഒരു ഷെയ്ഡ് കൂടി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫ്രണ്ട് സൈഡിൽ നിന്ന് തുടങ്ങാം. വാഹനത്തിൻ്റെ ഹാൻഡിൽ കവർ നമ്മുടെ ഈ പറഞ്ഞ ഹാർലി ക്വിൻ ബ്ലൂ കളറും ബ്ലാക്കിനും കൂടി മിക്സ് ചെയ്താണ്. പിന്നെ ഓൾറെഡി ഏകദേശം 60 മേളിൽ സ്മാർട്ട് ഫങ്ഷൻസ് ഉള്ള ഒരു ഡിജിറ്റൽ മീറ്ററാണ് നമുക്ക് എൻടോർക്ക് തരുന്നത്. അതുകൊണ്ട് സ്മാർട്ട് എക്സ് കണക്റ്റും ബാഡ്ജിങ്ങും വരുന്നുണ്ട്. ഫ്രണ്ട് ആപ്രൺ പോർഷൻ വരുന്നത് ബ്ലൂവിൻ്റെയും ഗ്ലോസി ബ്ലാക്കിൻ്റെയും മിക്സിങ് ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനിലാണ്. TVSൻ്റെ 3D ബാഡ്ജിങ് വരുന്നുണ്ട്. നമ്പർ പ്ലേറ്റ് ചെയ്യാനുള്ള ഹുക്ക് വരുന്നുണ്ട്. പിന്നെ അതിന് താഴെയായിട്ടാണ് നമ്മുടെ T ഷേപ്പിലുള്ള ഡേ ടൈം റണ്ണിങ് ലൈറ്റ്സും LED ലൈറ്റ്സും മിക്സ് ആയിട്ടുള്ള ഹെഡ് ലൈറ്റ് വരുന്നത്. അപ്പോൾ ജസ്റ്റ് ഞാൻ വണ്ടിയുടെ ഇഗ്നിഷൻ ഓൺ ആക്കുമ്പോൾ തന്നെ നമ്മുടെ വാഹനത്തിൻ്റെ ഡേ ടൈം റണ്ണിങ് ലൈറ്റ് എന്തായാലും പ്രകാശിക്കുന്നതാണ്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് അതൊന്ന് കാണിച്ചു തരാം. ഏകദേശം ഈ ഒരു രീതിയിലാണ് അതിൻ്റെ ഡേ ടൈം റണ്ണിങ് ലൈറ്റ് പ്രകാശിക്കുന്നത്. അതിൻ്റെ താഴെയായിട്ട് 4 സ്പോട്ടിലായിട്ട് ഡിമ്മ് ബ്രൈറ്റ് എല്ലാം വരുന്നുണ്ട്. ഡിമ്മിന് 2 ലൈറ്റും താഴെ ബ്രൈറ്റിന് 2 ലൈറ്റും, അങ്ങനെയാണ് അവർ അതിൻ്റെ ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. നമുക്ക് താഴേക്ക് പോകുമ്പോൾ വാഹനത്തിൻ്റെ ബ്രേക്സിനെ കുറിച്ച് പറഞ്ഞു. വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് ഡിസ്ക് ബ്രേക്സ് ആണ് വരുന്നത്. പെറ്റൽ ഡിസ്ക് ബ്രേക്സ് ആണ് കമ്പനി. പിന്നെ ഈ സ്കൂട്ടറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ ഫ്രണ്ട് ബാക്ക്, അതായത് ഫ്രണ്ടിലും ബാക്കിലും 12 ഇഞ്ച് അലോയ് വീൽസും 12 ഇഞ്ച് ട്യൂബ്ലെസ് ടയേഴ്സും അവൈലബിൾ ആണ്. ഫ്രണ്ടിൽ ഗ്യാസ് ഫിൽഡ് ആയിട്ടുള്ള സസ്പെൻഷനാണ് വരുന്നത്. ഇതാണ് ടയറിൻ്റെ സൈസ് വരുന്നത്. 180/12 സൈസുള്ള ട്യൂബ്ലെസ് ടയേഴ്സാണ് നമ്മുടെ എൻടോർക്കിന് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി വാഹനത്തിൻ്റെ ഡയമെൻഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വാഹനത്തിൻ്റെ ടോട്ടൽ വീൽ ബേസ് വരുന്നത് 1285 mm ആണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് 155 mm ആണ്. ടോട്ടൽ വെയിറ്റ് വരുന്നത് 111 kg. റേസ് എക്സ്പിക്ക് വരുമ്പോൾ ഒരു 6 കിലോ കൂടി കൂടും. 117-116 കിലോളം അതിന് വെയിറ്റ് വരുന്നുണ്ട്. പിന്നെ സീറ്റിൻ്റെ താഴെ വരുന്ന സ്റ്റോറേജ് വരുന്നത് 22 ലിറ്ററാണ്. അപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിൽ അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവുള്ള വാഹനമാണ് എൻടോർക്ക് വരുന്നത്. പക്ഷേ എന്നാൽ തന്നെയും വാഹനത്തിന് നമുക്കൊരു 5 അടി പൊക്കമുള്ള ആൾ തൊട്ട്, ഇപ്പോൾ ലേഡീസ് ആയിക്കോട്ടെ മെൻസ് ആയിക്കോട്ടെ, 5 അടി പൊക്കമുള്ള ആൾ തൊട്ട് മേളിലേക്കുള്ള ആളുകൾക്ക് സുഖമായിട്ട് വണ്ടിയിലിരുന്ന് ഓടിക്കാനും താഴെ കാലെത്തും ചെയ്യുന്നതാണ്. പിന്നെ അപാരമായുള്ളൊരു പ്ലാറ്റ്ഫോം നമുക്ക് നൽകുന്നുണ്ട്. നല്ല വലിപ്പമുള്ളൊരു ഫുഡ് സ്പേസും ഫ്രണ്ടിൽ വരുന്നത്. ഇപ്പോൾ ഒരു 6 അടി പൊക്കമുള്ള ആളിരുന്നാൽ പോലും ഒരിക്കലും മുട്ടുകാല് അതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ നമുക്ക് ഒരിക്കലും മുട്ടത്തില്ല. നമുക്ക് സ്വിച്ചസ് ഒന്ന് പരിചയപ്പെടാം. പുതിയതായിട്ട് സ്വിച്ചസ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. പഴയ സെയിം എൻടോർക്കിൽ വരുന്ന സ്വിച്ചസ് തന്നെയാണ്. പിന്നെ അഡീഷണലായിട്ട് ഫുൾ ഓപ്ഷൻ, അതായത് റേസ് എഡിഷനിലേക്ക് വരുമ്പോൾ നമുക്ക് വോയിസ് അസിസ്റ്റൻ്റ് ഒരു സ്വിച്ച് കൂടെ എഡിഷനിൽ വരുന്നുണ്ട്. മീറ്റേഴ്സിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയാനായിട്ടൊന്നുമില്ല. സെയിം ഓൾഡ് നമ്മുടെ റേസ് എഡിഷനിൽ വരുന്ന സെയിം ടു സെയിം മീറ്റർ തന്നെയാണ് ഇതിൽ വരുന്നത്. ഏകദേശം 60ഓളം സ്മാർട്ട് ഫീച്ചേഴ്സ് വരുന്നത്. നമുക്ക് ഫോണായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഫോൺ കണക്ട് ചെയ്യാനായിട്ട് ആപ്പ് ആദ്യം കണക്ട് ചെയ്തിട്ടാണ് ബ്ലൂടൂത്ത് വഴി ഫോൺ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ 10x10 നാവിഗേഷൻ, കോള്, SMS, പിന്നെ വാട്സപ്പിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ ഇതിൽ ലൈവായിട്ട് കാണിക്കും. പിന്നെ ടൈം, ഡ്യുവൽ ട്രിപ്പ് മീറ്റർ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എൻടോർക്കിൽ പ്രത്യേകിച്ച് വേറെ വലുതായിട്ട് ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. പിന്നെ എൻടോർക്കിൻ്റെ 2 ബാഡ്ജിങ്, ഈ സ്റ്റിക്കർ ബാഡ്ജിങ്ങും മേളിൽ മീറ്ററിൽ ഒരു റെഡ് കളർ ബാഡ്ജിങ്ങും ഓൾറെഡി കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മേളിലായിട്ട് TVSൻ്റെ ഒരു ലോഗോയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്നത്. പിന്നെ സ്വിച്ചസ് അറിയാമല്ലോ, സെറ്റ് മോഡ് 2 സ്വിച്ചാണ് വരുന്നത്. മോഡ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രിപ്പും ലാപ്പും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഒരു എക്സ്ട്രാ ടെക്നോളജി മോഡലുണ്ട്. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി വലിപ്പമുള്ള മീറ്റർ വരുന്നുണ്ട്. അത് ഞാൻ അതിൻ്റെ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് അതിൻ്റെ വീഡിയോ ലിസ്റ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. അതിൻ്റെ സീറ്റ് നല്ല ഹൈലി കംഫർട്ടബിൾ ആയിട്ടുള്ള വീതിയുള്ള സീറ്റാണ് വരുന്നത്. ഡ്യുവൽ ടോൺ ആയിട്ടുള്ള സ്റ്റിച്ചിങ് ആണ് വരുന്നത്. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു സീറ്റിൻ്റെ താഴെ വരുന്ന സ്റ്റോറേജ് കപ്പാസിറ്റി 22 ലിറ്ററാണ്. അത് ഈ സെഗ്മെൻറ്റിൽ കുറച്ച് കുറവാണ്. 22 ലിറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് ആക്റ്റീവ ഡിയോനൊക്കെ കുറച്ചുകൂടി, ആക്റ്റീവൊക്കെ 18 ഉള്ളൂ. ഡിയോ, ജുപ്പിറ്റർ 125, പിന്നെ ഹീറോൻ്റെ സ്കൂട്ടേഴ്സ്, അതിനെല്ലാം കുറച്ചുകൂടി നമുക്ക് സ്പേസ് അഡീഷണൽ കിട്ടുന്നുണ്ട്. ഓൾറെഡി ഇൻബിൽറ്റ് ആയിട്ടാണ് USB സ്റ്റോറേജ് വരുന്നുണ്ട്. എക്സ്റ്റേണൽ ഫ്യൂൽ ഫില്ലിംഗ് ആണ് വരുന്നത്. നമുക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങാതെ തന്നെ ഫ്യൂൽ ഫില്ല് ചെയ്യാവുന്നതാണ്. E20 ഫ്യൂൽ സപ്പോർട്ട് വരുന്നുണ്ട്. 20% എത്തനോളുള്ള ലേറ്റസ്റ്റ് ജനറേഷൻ ഫ്യൂൽ നമുക്ക് വണ്ടിയിൽ ഉപയോഗിക്കുന്നതാണ്. പിന്നെ വാഹനത്തിൻ്റെ ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി ഏകദേശം 5.8 ലിറ്ററാണ് വാഹനത്തിൻ്റെ ടോട്ടൽ ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. ഈ ഒരു സ്റ്റിക്കർ ബാഡ്ജിങ്ങും പുതിയതായിട്ട്
വന്നതാണ് നമ്മുടെ പുതിയ ഈ ഒരു ബേസ് മോഡലിലാണ് കൂടുതൽ സ്റ്റിക്കേഴ്സാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിന് മുന്നേ വന്നിരുന്ന മോഡലിൽ നമുക്ക് 3D ബാഡ്ജിങ് ആയിരുന്നു കൂടുതൽ. ഇപ്പോൾ സ്റ്റിക്കറായിട്ട് മാറിയിട്ടുണ്ട്. എഞ്ചിൻ കപ്പാസിറ്റി ഒക്കെ ഒന്ന് പറഞ്ഞുതരാം. 124 cc ആണ്. ഡ്യുവൽ വാൽവ് ടെക്നോളജി യൂസ് ചെയ്യുന്നു. സിംഗിൾ സിലിണ്ടർ 4 സ്ട്രോക്ക് ഫ്യൂൽ ഇഞ്ചക്ഷൻ ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട്. എയർ കൂൾഡ് എഞ്ചിനാണ് വരുന്നത്. മാക്സിമം പവർ 10.2 bhp, മാക്സിമം ടോർക്ക് 10.6 ന്യൂട്ടൺ മീറ്ററുമാണ്. 7.5 kW എൻ്റെ ഇത് വരുന്നത്. 0 to 66 കവർ ചെയ്യാനായിട്ട് നമുക്ക് വെറും 8.3 സെക്കൻഡ് മാത്രം മതി. ഈ മോഡൽ നമുക്ക് ഇൻബിൽറ്റ് ആയിട്ട് കിക്കർ അവൈലബിൾ ആണ്. പിന്നെ സൈഡ് സ്റ്റാൻഡ് എഞ്ചിൻ കട്ട് ഓഫ് ഫീച്ചറും ഈ മോഡലിൽ നമുക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എടുത്ത് പറഞ്ഞാൽ മറ്റേതാണെന്ന് വെച്ചാൽ റിയർ സൈഡ് ടയറിനെ കുറിച്ച് പറഞ്ഞാൽ റിയർ സൈഡ് ടയർ സീരീസ് വരുന്നത് 110/80/12 അതായത് ഫ്രണ്ടിലേക്കാളും കുറച്ചുകൂടി മണ്ണുള്ള ടയറാണ് ബാക്ക് സൈഡിൽ വരുന്നത്. ബാക്ക് സൈഡിൽ ബ്രേക്സിനെ കുറിച്ച് പറയുമ്പോൾ 130 mm ഡ്രം ബ്രേക്സ് വരുന്നത്. റിയർ സൈഡ് ലൈറ്റ്സ് വരുന്നത്, ബ്രേക്ക് ലൈറ്റ് വരുന്നത് LED ലൈറ്റാണ് വരുന്നത്. ഒരു എയർക്രാഫ്റ്റിൻ്റെ റിയൽ എന്താ പറയുക ബാക്ക് സൈഡിൻ്റെ ഇൻസ്പയർ ചെയ്തുള്ള ഡിസൈനാണ് എൻടോർക്കിൽ വരുന്നത്. ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം തന്നെ ഫ്രണ്ട് ആയിക്കോട്ടെ ബാക്ക് ആയിക്കോട്ടെ ഹാലജൻ ഇൻഡിക്കേറ്റേഴ്സാണ്. രണ്ട് സൈഡിലും ഫ്രണ്ടിലും ബാക്കിലും ഇൻഡിക്കേറ്റേഴ്സിൻ്റെ സൈഡിലായിട്ടൊരു റൗണ്ടിലെ റിഫ്ലക്ടറൂടെ അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട്. നമുക്ക് എക്സോസ്റ്റ് ഇത് പരിചയപ്പെടാം. എക്സോസ്റ്റ് വരുന്നത് ഒരു ബാരൽ ടൈപ്പിലുള്ള മിക്സഡ് കളറിലാണ്. മാറ്റ് ബ്ലാക്കിലും സിൽവറിലും മിക്സ് ആയിട്ടുള്ളൊരു എക്സോസ്റ്റാണ് വരുന്നത്. എൻടോർക്കിൻ്റെ എക്സോസ്റ്റിൻ്റെ സൗണ്ട് നമുക്ക് എല്ലാവർക്കും പരിചയമാണ്. കാരണം വളരെ 2018 തുടങ്ങി ഈ വാഹനം നമ്മളുടെ ഇടയിൽ ഒരുപാട് പേര് യൂസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ആയാലും ഞാനായാലും ഒരുപാട് ഓടിച്ചിട്ടുള്ള വണ്ടിയാണ്. നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള എക്സോസ്റ്റാണ്, നല്ല സ്പോർട്ടി ആയിട്ടുള്ള സൗണ്ടാണ്. മൈലേജിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 40-45 റേഞ്ച് മൈലേജും ഈ വാഹനം നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ ഓൺ റോഡ് കോസ്റ്റ് വരുന്നത് ബേസ് മോഡലിൽ നമുക്ക് 1,19,200 കോസ്റ്റ് വരുന്നത്.